യോഹന്നാൻ വെളിപ്പെടുത്തിയ ഒരു വലിയ ദൃഷ്ടാന്തം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാനാവിലെ കല്യാണത്തിൻ്റെതായ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അവിടെ നാം എല്ലാവരും ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? അവിടെ എന്താ സംഭവിച്ചത്? കാനാവിലെ കല്യാണത്തിന് കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി, അല്ലെ? പക്ഷേ അത് ആ അത്ഭുതത്തെയാണ് നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അനേകർ പ്രസംഗിക്കുമ്പോഴും ഈ അത്ഭുതത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ യോഹന്നാന് അതിന്റെ താഴെ വന്നപ്പോൾ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അടയാളങ്ങളുടെ ആരംഭം. അതെന്താണ് അടയാളം? കുറെ ഉത്തരങ്ങൾ നമുക്ക് കിട്ടി. പക്ഷേ അത്ഭുതം അടയാളം എന്നും പറഞ്ഞൊരു പട്ടികയുണ്ട്. അതിൽ ഇത് ഈ ഒരു ഇൻസിഡന്റ് വന്നിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റാണ്. അപ്പൊ ഇത് അത്ഭുതത്തിൽ പെട്ടതല്ല. അത്ഭുതം എന്താ? അത്ഭുതം വെള്ളം വീഞ്ഞായി, അത് അത്ഭുതം ശരിയാ. ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ സൈൻ. കാരണം സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ഉണ്ട്. സൈൻ വ്യത്യാസമാണ്, വണ്ടേഴ്സ് വ്യത്യാസമാണ്. മനസ്സിലായോ? അപ്പൊ സൈൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ പത്രോസ്, യോഹന്നാൻ, യാക്കോബിനെ ദൈവം ഉയർന്ന ഒരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി. വെരി നിയറസ്റ്റ് അപ്പോസ്റ്റൽ, എല്ലാവരെയും കൊണ്ടുപോയില്ല, വെരി ക്ലോസസ്റ്റ് വൺ. ആ 3 പേരെ കൊണ്ടുപോയിട്ട് അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. തന്റെ ഭാവം മാറി, താൻ ആരെന്നുള്ളത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട്. അതേ ഇൻസിഡന്റ് യോഹന്നാൻ ഇവിടെ മനസ്സിലാക്കിച്ച് നമുക്ക് തരുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഈ വെള്ളം വീഞ്ഞാക്കിയത് ഇത് സൈൻ, ഇതിന്റെ അകത്തൊരു സൈൻ ഉണ്ട്. അതായത് ഇനി സംഭവിക്കുവാൻ പോകുന്നത് എന്താണെന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരു സൈനാണ് ഇവിടെ ഉള്ളത്. അത് മറ്റൊന്നുമല്ല, കൽപാത്രമാണ്. എന്ന് പറഞ്ഞാൽ വെള്ളം കോരി വെക്കുവാൻ അവിടെ വെച്ചിരുന്ന ജാർസ് അല്ലെങ്കിൽ പോട്ട്സ്, ഇതാണ് അടയാളം. കാരണം കർത്താവിന് വേണമെങ്കിൽ തീർന്നു പോയ വീഞ്ഞ് പകർന്ന പാത്രത്തിൽ വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു, അല്ലെ? പക്ഷേ ദൈവം ആ സാഹചര്യത്തെ അല്ല തെരഞ്ഞെടുത്തത്. ദൈവം തെരഞ്ഞെടുത്തത് പുറത്തെ പാത്രത്തെയാണ്. ആമേൻ. എന്താണ് ഈ കൽപാത്രം? എന്താണ് ഈ ഔട്ട്സൈഡ് ജാർ റെപ്രസെന്റ് ചെയ്യുന്നത്? അതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരെയാണ്. കാരണം ആമേൻ, അകപാത്രമല്ലാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ യഹൂദന് വെളിപ്പെടുവാൻ കഴിയാതെ ഇരുന്നത് പുറം പാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പറയുകയാണ്, അവർ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നോക്കി എത്ര ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്കല്ല, ആരെല്ലാം കർത്താവിനെ വിശ്വസിക്കുന്നു അവർക്കെല്ലാവർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. അപ്പോൾ ഈ പോട്ട് അല്ലെങ്കിൽ ഈ ജാർ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളെ ഓരോരുത്തരെയുമാണ് എന്നുള്ളത് വെളിപ്പെടുത്തിയത് എങ്ങനെയാ? പുറത്തെ പാത്രം, കൽപാത്രം. അവിടെ 6 പാത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏകദേശം 100-120 ലിറ്റർ വെള്ളം പകരുന്ന ഒരു തുരുത്തിക്ക്. അങ്ങനെയെങ്കിൽ ഈ ഫീസ്റ്റ് ഒരു ചെറിയ, അല്ലെങ്കിൽ ഈ കല്യാണം ഒരു ചെറിയ കല്യാണമല്ല, ഇതൊരു വലിയ കല്യാണമാണ്. അത് കാരണമാണ് നാടുവാഴി വരെ അവിടെ പ്രസന്റ് ആയത്. നോക്കിക്കേ, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ നാടുവാഴി ചോദിക്കുകയാണ്, ഇത്രയും നല്ല വീഞ്ഞ് എവിടെ നിന്ന്? കാരണം എന്താണെന്നറിയാമോ? അവൻ നമ്മളിൽ കൂടെ വെളിപ്പെടുവാനുള്ള ദൈവ തേജസ് കാണുമ്പോൾ എന്ത് സംഭവിക്കണം? യഹൂദന്മാർക്ക് എരിവ് വരണം. നമ്മളിൽ കൂടി വെളിപ്പെടുവാനുള്ള ആ രുചി, ആ ശ്രേഷ്ഠത അനുഭവിക്കുമ്പോൾ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവൻ അവിടെ പറയുകയാണ്, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും. അപ്പൊ ഇത്ര ശ്രേഷ്ഠമായ ആ വീഞ്ഞിന്റെ അനുഭവം നമ്മളിൽ ഓരോരുത്തരിലും കൂടെ വെളിപ്പെടുവാനായിട്ടിടയാണ്.
ഇതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം